ദേശീയ പാർക്കുകൾ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങൾ 6 PSCയുടെ കണക്ക് പ്രകാരം 5 4 ഇടുക്കിയിലും 1 പാലക്കാട്. ആദ്യത്തേത് ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 1975 ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1978 ദേശീയോദ്യാനമായി ഉയർത്തിയത്. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ഇവിടെ വരയാടിനെ സംരക്ഷിക്കപ്പെടുന്നു. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. നീലഗിരി താർ എന്നറിയപ്പെടുന്നു. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് ശാസ്ത്രീയ നാമം. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം. സൈലന്റ് വാലി കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏക കന്യാവനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണ്. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്നത് പരാമർശിക്കുന്നത് കേരളത്തിലെ ദേശീയോദ്യാനമാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരിയാണ്. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് എന്നാണ്. സിംഹവാലൻ കുരങ്ങുകൾ ധാരാളമായി കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുലിനിയ എക്സാറില്ലാറ്റ. സൈലന്റ് വാലി എന്ന പേരിന് കാരണം ചിവീടുകൾ ഇല്ലാത്തതുകൊണ്ടും. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച റോബർട്ട് റൈറ്റാണ്. സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് 1914. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് 1984. പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 സെപ്റ്റംബർ 7. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് 2007. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളരും കുറുമ്പരും. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കൂറത്തി. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009. അടുത്തത് പെരിയാർ. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. 1982 നിലവിൽ വന്നു. ഏറ്റവും ഉയരം കൂടിയ പ്രദേശം കോട്ടമലയാണ്, 2019 മീറ്റർ. ഏലം കുന്നുകളുടെ മധ്യത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ചെയ്യുന്നതെന്നാണ്. ആനമുടിച്ചോല ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 2003 നിലവിൽ വന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. അടുത്ത മതികെട്ടാൻ ചോല ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 2003 നിലവിൽ വന്നു. ഉടുമ്പൻചോല താലൂക്കാണ്. മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്നത് ഉടുമ്പൻചോല താലൂക്കിലാണ്. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻചോല.